ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക റിപ്പോർട്ടുകളിൽ ഇസ്രയേൽ സൈന്യത്തെയും സുരക്ഷാ വിഭാഗങ്ങളെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നിൽ പ്രധാനമായും വലിയ രണ്ട് കാരണങ്ങളാണുള്ളത്. യുദ്ധമേഖലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്ന UN സെക്രട്ടറി ജനറലിൻ്റെ പ്രത്യേക റിപ്പോർട്ടുകളിലാണ് ഇസ്രായേൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, സായുധ സംഘടനകളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ്. UN സെക്രട്ടറി ജനറലിൻ്റെ കുട്ടികളും സായുധ സംഘങ്ങളും എന്ന വാർഷിക റിപ്പോർട്ടിൻ്റെ അനുബന്ധത്തിലാണ് ഇസ്രായേൽ സൈന്യത്തെ ആദ്യം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഗസയിലും വെസ്റ്റ് ബാങ്കിലും നടന്ന സൈനിക നീക്കങ്ങൾക്കിടയിൽ വൻതോതിൽ കുട്ടികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതാണ് പ്രധാന കാരണം. സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയ്ക്ക് നേരെയുള്ള അക്രമങ്ങൾ, കുട്ടികൾക്ക് മാനുഷിക സഹായങ്ങൾ, ഭക്ഷണം, മരുന്ന് മുതലായവ എത്തിക്കുന്നത് തടയൽ എന്നിവയും ഈ UN പട്ടികയിൽ വരാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും പുതിയതായി യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള UN റിപ്പോർട്ടിലും ഇസ്രായേൽ സൈന്യത്തെയും ജയിൽ അധികൃതരെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തടവിലാക്കപ്പെട്ട ഫലസ്തീനികൾക്കെതിരെ പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുൾപ്പെടെ ഇസ്രയേലി സുരക്ഷാ സേനകൾ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും നടത്തിയതായി UN അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാൽ UNൻ്റെ ഈ നടപടികളെ ഇസ്രായേൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. തങ്ങളുടെ സൈന്യം അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും UNന് ഇസ്രായേലിനോട് പണ്ടേയുള്ള വിരോധത്തിൻ്റെ ഭാഗമായാണ് ഈ കരിമ്പട്ടിക എന്നുമാണ് ഇതിനെതിരെ ഇസ്രായേൽ സ്വീകരിച്ച വിചിത്രമായ നിലപാട്. ഈ നടപടിയിൽ പ്രതിഷേധിച്ച് UN സെക്രട്ടറി ജനറലുമായുള്ള ബന്ധം മരവിപ്പിക്കുകയാണെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ സ്പാനിഷ് പ്രധാനമന്ത്രിയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. റോമിൽ നടന്ന അന്താരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ഉച്ചകോടിയിൽ ഗസയിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക നടപടികൾക്കെതിരെ കടുത്ത വിമർശനവുമായി സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഗസയിലെ ജനങ്ങളെ മനഃപൂർവ്വം പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് യുദ്ധം ജയിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഭക്ഷണവും അടിസ്ഥാന ആവശ്യങ്ങളും നിഷേധിച്ച് ഒരു ജനതയെ മുഴുവൻ നിസ്സഹായരാക്കുന്ന ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഗസയിലെ മാനുഷിക പ്രതിസന്ധി അതീവ ഗുരുതരമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ ഈ ശക്തമായ പ്രതികരണം. യുദ്ധങ്ങളിൽ ഭക്ഷണത്തെ ആയുധമായി ഉപയോഗിക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും പട്ടിണിയിലാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും ഗസയിലേക്ക് ആവശ്യമായ മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും അദ്ദേഹം ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു. ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിൻ്റെ നിലപാടുകളെ നിശിതമായി വിമർശിക്കുന്ന യൂറോപ്യൻ നേതാക്കളിൽ ഒരാളാണ് പെഡ്രോ സാഞ്ചസ്. റോമിലെ ഐക്യരാഷ്ട്രസഭയുടെ ഈ വേദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഗസയിൽ ഉടനടി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ശാശ്വതമായ സമാധാനത്തിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കണമെന്നുമുള്ള സ്പെയിനിൻ്റെ ഔദ്യോഗിക നിലപാട് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും ചെയ്തു. പഴയതിൽ നിന്ന് വിഭിന്നമായി ഇസ്രായേൽ ഇപ്പോൾ ലോക സമൂഹത്തിന് മുന്നിൽ അവരുടെ ചെയ്തികൾ നിരന്തരം തുറന്നു കാട്ടപ്പെടുന്നതിനാൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നതാണ് വാസ്തവം.